ഇന്ന് നമുക്ക് കിഡിലും ടേസ്റ്റുള്ള ഒരു മീൻ പൊള്ളിച്ചത് തയ്യാറാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാകുന്ന ചേരുവകൾ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് അയലമീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് മീൻ വെച്ചിട്ടും നമുക്കിതുപോലെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കൊരു മസാല തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മതിയാവും, കൂടുതലായി പോവണ്ട. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം വാളംപുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി, അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിന് ജ്യൂസ് എടുത്തിട്ട് അത് ഒഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പം മിക്സാക്കുന്ന സമയത്ത് ഇതുപോലെ ആയി കിട്ടിയാൽ പോരാട്ടോ, നമുക്കൊരു പേസ്റ്റ് പോലെ ആയി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്നാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഓരോ മീൻ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിന് ശേഷം മീൻ ഓരോന്നിട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മസാല കൂടുതലായി പോയിട്ടുണ്ട് എന്നുള്ള ടെൻഷനൊന്നും വേണ്ട, നമ്മൾ ബാക്കിയുള്ള മസാല മുഴുവൻ ആ മീനിൻ്റെ ഉൾഭാഗത്തേക്ക് നിറച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ മൊത്തത്തിലായിട്ട് മസാല തേക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ, നല്ല സ്പൈസി ആയിട്ട് കിട്ടുകയും ചെയ്തോളും. അപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാലാണ് കറക്റ്റായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ. 1 മണിക്കൂറിന് ശേഷം പാനൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന കേട്ടോ കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത്. ഇനി വെളിച്ചെണ്ണ പറ്റാത്തവരാണെങ്കിൽ ഓയിൽ വേണമെങ്കിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ സാധാരണ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഓരോന്നിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ഒരുപാട് മുരിയിച്ചെടുക്കുന്ന പോലെ ഒന്നും എടുക്കണ്ട, ജസ്റ്റ് 2 ഭാഗവും ഒന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതിയാവും കേട്ടോ. ഒരു 30 സെക്കൻഡിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക, എന്നിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. 2 ഭാഗം അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതിയാവും. അപ്പോൾ ഈ സമയത്ത് ഞാനിതൊന്ന് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാക്കിയുള്ള എണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് കണ്ടില്ല, ഫിഷ് ഈ ഒരു രൂപത്തിൽ മാത്രം മതി, ഒരുപാട് ഡ്രൈ ആയി കിട്ടണ്ട. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകും. ഇപ്പോൾ ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സവാള ചേർത്ത് കൊടുത്താൽ മതി. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതിട്ട് ഒന്ന് ചതച്ചെടുത്തത് അത്രയും മതി, കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ പച്ചമുളക് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു എണ്ണയിൽ തന്നെ ആകുമ്പോൾ നല്ല രീതിയിൽ മീനിൻ്റെ ഒരു ഫ്ലേവർ ഈ മസാലയ്ക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്തോളും, നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അത്യാവശ്യം എരിവ് ഈ സമയത്ത് തന്നെ ഉണ്ടാവുമേ. അപ്പോൾ നല്ല രീതിയിൽ വഴറ്റിയെടുത്തതിന് ശേഷം ചെറിയൊരു തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ കുടംപുളി വളംപുളി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ തക്കാളി നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടട്ടെ. ഉടഞ്ഞ് കിട്ടുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലപ്പൊടികൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട, നമ്മൾ ഈ ഒരു എണ്ണയിൽ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടാവും, അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ ഒരു 1/4 ടേബിൾ സ്പൂൺ മാത്രം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ വലിയ ജീരകം പൊടിച്ച് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളതിലേക്ക് മെയിനായിട്ട് എരിവിന് ആവശ്യമുള്ളത് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയാൽ മതി, സ്പൈസിയൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർ അതിനനുസരിച്ച് കൂട്ടും കുറുക്കൊക്കെ ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ മീൻ പൊള്ളിച്ചതിന് അത്യാവശ്യം എരിവ് വേണം കേട്ടോ, സ്പൈസി ആയിരിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മാത്രമാണല്ലോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം, നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. 1 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ. ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് 1 മിനിറ്റ് നേരം നിങ്ങൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതാ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. അപ്പോൾ അതിന് ബാക്കിയൊന്ന് സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാഴയുടെ ഇല എടുത്തിട്ടുണ്ട്. അപ്പോൾ വാഴയുടെ ഇല ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മസാല അതിന് ആദ്യം വെച്ച് കൊടുക്കുക, താഴെ ഭാഗത്ത് അതിന് മുകളിലായിട്ട് നമ്മൾ ഫിഷ് ഒന്ന് വെച്ച് കൊടുക്കുക, മുകളിലായിട്ട് നമ്മൾ ബാക്കിയുള്ള മസാല കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്യുന്ന രൂപത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് മസാലയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇതൊന്ന് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് വാഴയുടെ നാര് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നാലും നമുക്ക് ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം കേട്ടോ. എന്നാലാണ് കറക്റ്റായിട്ട് സെറ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ജാമായി കിട്ടണം. അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് വാഴയുടെ ഇലയിൽ കിടന്നിട്ട് നല്ല ജാമായിട്ട് കിട്ടണം കേട്ടോ. എന്നാലും കറക്റ്റായിട്ട് സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ടൈറ്റായിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മൺചട്ടിയിലാകുമ്പോൾ ഒന്നുകൂടി ഫ്ലേവറും കാര്യങ്ങളും കൂടുതലുണ്ടാവില്ല, നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയും ചെയ്തോളൂ. അപ്പോൾ ഇതുപോലെ ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കൊന്നും പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ വാഴയുടെ ഇല കരിഞ്ഞൊന്നും പോവാതെ നമുക്ക് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളും. തിരിച്ച് മറിച്ചിട്ടുള്ള നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മൺചട്ടി ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ മീനൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ 2-3 ബാച്ചായിട്ട് ചെയ്തെടുത്താലും മതി. ഞാൻ 2 മീൻ മാത്രമാണല്ലോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് എത്ര മീൻ ഇട്ട് കൊടുക്കുക എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുന്ന സമയത്ത് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം മറക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. വാഴയുടെ ഇലയാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്നെങ്കിൽ 5 മിനിറ്റ് കൂടി നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ടോട്ടൽ ഒരു 10 മിനിറ്റ് ആവുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കോളും. ഇപ്പോൾ 2 ഭാഗവും നമ്മളിതുപോലെ ഒന്ന് പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം കേട്ടോ ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് തുറന്ന് നോക്കുന്ന സമയത്ത് തന്നെ വാഴയിലയുടെ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിൽ മറന്നു പോയത് എന്താണെന്ന് വെച്ചാൽ പൊളിക്കുന്ന സമയത്ത് കറിവേപ്പില കൂടെ മുകളിൽ വെച്ച് കൊടുക്കേണ്ടതായിരുന്നു കേട്ടോ. ഞാനത് വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതുകൂടി വെച്ച് കൊടുത്തോളൂ കേട്ടോ. അപ്പം അതിൻ്റെയും കൂടി ഒരു ഫ്ലേവറും കാര്യങ്ങളും കിട്ടുമ്പോൾ എക്സ്ട്രാ ഒരു ടേസ്റ്റ് കൂടുതലുണ്ടാവും. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കറികളൊന്നും ഇല്ലാതെ തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതിനുശേഷം ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതിനേക്കാളും നല്ല കിടിലൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്